800 വർഷങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ കുഞ്ഞിമംഗലം കടാങ്കോട്ട് തറവാട്ടിൽ നടന്ന കഥ. അതെ, കടാങ്കോട്ട് മാക്കത്തിൻ്റെ കഥ ഇവിടെ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നു. എത്രിയൽ സോൾസ് ഡാൻസിങ് ദ മിഥോസ് മാക്കംസ് ടെയിൽ. കൊറിയോഗ്രാഫർ മഹേഷ് കുമാർ. ഡാൻസേഴ്സ് നേഹ മുരളീധരൻ, ദേവിക വൈശാഖ്, ലീന രതീഷ്, അർച്ചന രാജ്, തുഷാര അരുൺ, നാദശ്രീ രഘുനാഥ്, രചന സനീഷ്, ഗോപിക ഗോപാൽ ആൻഡ് ആർദ്ര മധു. കോർഡിനേറ്റേഴ്സ് ശ്രീന രാജീവ്, നൈസി ഹരീഷ്, സിജ ബാലകൃഷ്ണൻ ആൻഡ് ഉഷ മധു. കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് മഹേഷ് കുമാർ. എത്രിയൽ സോൾസ് പ്രസൻസ് കടാങ്കോട് ബാക്കം. ഇന്ന് ക്ഷേത്രപ്രതിഷ്ഠ നടത്തി തിറകെട്ടിയാടിക്കുന്ന കടാങ്കോട്ടുമാക്കം കഥ നടന്നത് 800 വർഷങ്ങൾക്ക് മുൻപാണ്. ആ കഴിഞ്ഞകാല ഇടനാഴികളിലേക്ക് ഒരു യാത്ര. പ്രകൃതി രമണീയമായ ഗ്രാമം, അടക്കവും ചിട്ടയും ഓലത്തിരിനാടിന്റെ പടയാളിത്തവും കാത്തുസൂക്ഷിച്ച കടാങ്കോട്ട് തറവാട്. നമ്പ്യാർ സമുദായത്തിലെ കീർത്തികേട്ട ഈ തറവാട്ടിലെ ഉണിച്ചെറിയമ്മയ്ക്ക് 12 ആൺസന്തതികൾ. ഒരു മകൾ വേണമെന്ന് മോഹിച്ച് ദേവതയായ വീരചാമുണ്ടിക്ക് നേർച്ച നേർന്നു ഈ അമ്മ. പിൽക്കാലം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് മാക്കം എന്ന് നാമം ചൊല്ലി. കടാങ്കോട്ട് തറവാട്ടിലെ 13ാമത്തെ സന്തതിയായ മാക്കം. മംഗലത്തെന്നും കീർത്തിയാർജിച്ചമ്മ കടാങ്കോട്ടുമാക്കത്തിൻ പുണ്യസ്ഥാനം. കുഞ്ഞിമംഗലത്തെന്നും കീർത്തിയാർജിച്ചമ്മ കടാങ്കോട്ടുമാക്കത്തിൻ പുണ്യസ്ഥാനം. ചാമുണ്ടിയമ്മയെ നൊന്തു വിളിച്ചതും ഉണ്ണിച്ചെറിയമ്മയിൽ പിറന്ന മാക്കം 12 ആങ്ങളമാരുടെ സ്നേഹനിധിയ. കുഞ്ഞിമംഗലത്തെന്നും കീർത്തിയാർജിച്ചമ്മ കടാങ്കോട്ടുമാക്കത്തിൻ പുണ്യസ്ഥാനം. കോലത്തിരിനാടിൻ പടനായകരാം വീരശൂരധീരരാം പൊന്നാങ്ങളമാർ. മാക്കത്തിൻ പുടവ നൽകി മംഗല്യം ചെയ്തതും മുക്കൻ കുറ്റി വീട്ടിൽ കുട്ടിനമ്പറുമാ. നാത്തൂന്മാരുടെ അപവാദ കൊടും ചതിയിൽ മാക്കത്തിൻ സാക്ഷിയായി ഇലഞ്ഞി മരച്ചുവടും ഭക്തർക്കെന്നും ആശ്രയമാണമ്മ കടാങ്കോട്ടു തറവാട്ടിൽ പൊന്നുമാക്കം. കുഞ്ഞിമംഗലത്തെന്നും കീർത്തിയാർജിച്ചമ്മ
കടാങ്കോട്ടുമാക്കത്തിൻ പുണ്യസ്ഥാനം. ക്ഷീരം നൽകിയ ചാലയിലമ്മയ്ക്ക് കാശിമാല നൽകി അനുഗ്രഹിച്ചു ദേവി. അച്ഛൻ കരപ്പള്ളി ദേശത്തു നിന്നും ദാഹജലം നൽകി പൊന്നാങ്ങളമാ പുണ്യസന്താനങ്ങളാൽ മാക്കത്തിൽ പിറന്നു ചാത്തുവും ചീരുവും കടാങ്കോട്ടു തറവാട്ടിൽ ദൈവകരുവായി പരദേവതയായി ശക്തി സ്വരൂപിണി കടാങ്കോട്ടുമാക്കം. കുഞ്ഞിമംഗലത്തെന്നും കീർത്തിയാർജിച്ചമ്മ കടാങ്കോട്ടുമാക്കത്തിൻ പുണ്യസ്ഥാനം. സത്യം മനസ്സിലാക്കാതെ അവർ മാക്കത്ത് വധിക്കാൻ തീരുമാനിച്ചു. പടജയിച്ചു വന്നാൽ കോട്ടയം വിളക്കിന് പോകാമെന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാനെന്ന വണ്ണം അവർ മാക്കത്തെയും മക്കളെയും വിളിച്ച് യാത്രയായി. യാത്രക്കിടയിൽ മമ്പറം കായലൂടിനടുത്ത് അച്ചങ്കര പള്ളിപ്പറമ്പിലെ പൊട്ടക്കിണറ്റിൽ കൊത്തിയെരിഞ്ഞിട്ടു ആ നരാധമന്മാർ മാക്കത്തിന്. പൊന്മക്കളായ ചാത്തുവിന്റെയും ചീരുവിന്റെയും കഴുത്തിലും നേരം മാവന്മാരുടെ കരവാൾ പതിഞ്ഞു. പണ്ട് മധുരാപുരി കത്തിയെരിയിച്ച കണ്ണകിയുടെ പാതിവൃത്യശക്തി ഇവിടെയും അഗ്നിയായി രൂപാന്തരം പ്രാപിച്ചു. പൊട്ടക്കിണറ്റിൽ നിന്ന് അഗ്നിജ്വാലകൾ ഉയർന്നു. മാക്കത്തിന്റെ പാതിവൃത്യശക്തിയാൽ ആ തീനാളങ്ങൾ കടാങ്കൂട്ട് തറവാട്ടിന്റെ നാലുകെട്ടും നടുപ്പുരയും ചാമ്പലാക്കി. സത്യത്തിന്റെയും പാതിവൃത്യത്തിന്റെയും ശക്തിയിലൂടെ മാക്കവും മക്കളും മാവിലാനും ദൈവീകതയിലേക്ക് ഉയർന്നു.
കൂടാതെ കണ്ട് ആസന്നത്തിനും ഭോജനത്തിനും കുറവടി കൂടാതെ കണ്ട് ഈ കൊലം തകച്ച മാതാവ് കരം പിടിപ്പാൻ കൂടെയുണ്ട് കേട്ടോ.